ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം വേണോ എന്നതിൽ തീരുമാനം ശാസ്ത്രീയ പരിശോധനാഫലം ലഭിച്ച ശേഷം മാത്രമായിരിക്കും. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്നുള്ള ഫലം 10 ദിവസത്തിനകം ലഭിക്കുമെന്നാണ് SITക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാനാകൂ. അന്വേഷണത്തിന് കോടതി 2 ആഴ്ച കൂടി സമയം അനുവദിച്ചതോടെ ജൂൺ മാസത്തിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാനാകൂ. MG പ്രതീഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. MG പ്രതീഷ്, ആദ്യം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരണം, അതിനാ റിപ്പോർട്ട് വരണം. അതിനുശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. അങ്ങനെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, പ്രത്യേകിച്ച് PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകൾ അടക്കമുള്ള അന്വേഷണം? ശ്രുതി, PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയുള്ള ഇടപാടുകൾ അന്വേഷിക്കണം എന്നതാണ് SIT ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശയാണ് ഹൈക്കോടതിക്ക് മുന്നിലുള്ളത്. പക്ഷേ ഈ 2025 ദ്വാരപാലക പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടന്നിരുന്നു. ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇതുവരെയും വന്നിട്ടില്ല. ജംഷഡ്പൂരിലെ ലാബിൽ നിന്ന് ഉടൻ ഈ പരിശോധനാ ഫലം ലഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ, ആ ശില്പങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമായിരിക്കും ഈ വിജിലൻസ് നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക. ആ റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എന്തായാലും പോകുന്നത്. ഈ 2025 വലിയ വീഴ്ച അന്നത്തെ ഭരണസമിതിക്ക് ഉണ്ടായി എന്നതാണ് SITയുടെ കണ്ടെത്തൽ. കാരണം ഈ 2025 ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല. അതിൽ വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുൾപ്പെടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിൽ ഉണ്ടായ വീഴ്ചകളിൽ അന്വേഷണം നടത്തണം എന്നതാണ് പ്രധാനമായും SIT മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അക്കാര്യത്തിൽ ഇനി എന്തായാലും പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. 2 ആഴ്ച കൂടി സമയം SIT ഹൈക്കോടതിക്ക് അനുവദിച്ചതോട് കൂടി തന്നെ ജൂൺ മാസത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കുറ്റപത്രവും സമർപ്പിക്കും.